ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സീരീസ് ഉണ്ട്, വൺ ബ്ലോക്ക് സീരീസും കാര്യം തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണേക്കാളും മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇവിടെ ഒരു ബ്ലോക്ക് കാണുന്ന ട്യൂട്ടോറിയലിനെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ചു. ഓക്കെ, നമ്മൾ വീണ്ടും പൊട്ടിച്ചു. നമ്മളിപ്പോൾ ഒന്നാമത്തെ ലെവലിലാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ എന്തായാലും പോയി സമാധാനമായി. ഇതേ പോണു. നമുക്ക് മോളിൽ ചെന്നിട്ട് പെട്ടെന്നൊരു പ്ലാറ്റ്ഫോം സെറ്റ് ആക്കണം. നമ്മൾ വീണ്ടും പോയി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് പാടാൻ കേട്ടോ, ഇത് ചീറ്റിങ്. ഇതിനെന്തെങ്കിലും അയ്യോടാ, കണ്ട ഒരു ബ്ലോക്ക് പോലും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ചെയ്തിട്ട് ഇവിടെ ഞാൻ നിന്നിട്ട് ഇവിടെ നിന്നൊരു ബ്ലോക്ക് പൊട്ടിച്ച്, പിന്നല്ല ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു ആദ്യത്തെ വുഡ് കിട്ടിയിട്ടുണ്ട്, നമുക്കത് പൊട്ടിക്കാം. പശുവിനെ തന്നെ കിട്ടി. മുകളിലേക്ക് വരട്ടെ. നീ ഇങ്ങോട്ട് കുറേ പോയി ചാവില് വയ്ക്കാറോ, അവിടെ നിൽക്ക് പോണിപ്പോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചെസ്റ്റ് ആയിരുന്നു കിട്ടി. ഇത് നമുക്ക് തന്നെ കിട്ടിയ നമുക്ക് ഫുഡ് കിട്ടി. ഇതെന്നാ സംഭവം? ഇത് പുതിയൊരു സാധനമല്ലോ. നമുക്കതൊന്നും പ്ലേസ് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇനി നമുക്ക് അങ്ങനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാം. ഗൈസ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, നമ്മൾ സ്റ്റിക്കാറുള്ള ക്രാഫ്റ്റ് ചെയ്ത് എന്തായാലും കൈ വെച്ചിട്ട് ഇടിച്ച് നമുക്കിത് പൊട്ടെ നമുക്കത് പൊട്ടിച്ച് അത്യാവശ്യം പൊട്ടിയിട്ട് ഇവിടെ ഒന്ന് പൊട്ടിച്ചോക്കാം. അയ്യോ, പോവല്ലേ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അയ്യോ പോയി, ഇത് കണ്ടോ ഗൈസ്? വീണ്ടും വന്നു. ഇനിയെങ്കിലും മര്യാദക്ക് നോക്കാം. നമുക്കാദ്യം സ്നീക്ക് ചെയ്തിട്ട് നമുക്കതിങ്ങനെ നിന്നിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം. ഇത്തിരി പാടാണ്, പക്ഷേ ഇത് പെട്ടെന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാട് വാങ്ങി ഇതിന് ചുറ്റൊരു ബ്ലോക്ക് ഇങ്ങനെ ഫിറ്റ് അത് നടക്കുള്ളൂ. ഇത്രയും കാലമായിട്ടൊരു വൺ ബ്ലോക്ക് കളിച്ചിട്ട് ഇങ്ങനെ പറ്റിയിട്ടില്ല. അത് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് നേരമായി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നടക്കണം. കൊള്ളാമല്ല. ഇതിൻ്റെ ടെക്സ്ചർ കാര്യം തന്നെ നോർമൽ ക്രാഫ്റ്റിംഗ് ടേബിൾ പോലെ ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും പൊട്ടിക്കാം. നമുക്കിത് ഈ ഒരു സൈഡിൽ ബ്ലോക്ക് വെച്ച് വന്നു. ഈ ഒരു സൈഡിലും കൂടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമുക്ക് പോവാട്ടോ. അപ്പോൾ നമുക്ക് ആ ബ്ലോക്ക് കാര്യം തന്നെ കയ്യിൽ കിട്ടുന്നേ.
നമുക്കൊരു പിക്കാസും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു വുഡും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് അത്യാവശ്യം ഒരു പിക്കാസും കാര്യം തന്നെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം കുറച്ച് വുഡും കാര്യം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഒരു പിക്കാസും കാര്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിക്കാസും ആക്സും മാത്രം നമുക്ക് ഒരു ഷവലും കൂടെ ഉണ്ടാക്കിയാലോ. പിന്നെ ഷവൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു വുഡൻ ഷവലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാം. ഗ്യാസ് യൂസ് ചെയ്യാം. നമുക്കത് പൊട്ടിച്ച് നമ്മുടെ ബേസിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ച് വലുതാക്കാം കേട്ടോ. ഇനി പ്ലാറ്റ്ഫോം കുറച്ച് വലുതാക്കാം. നമുക്ക് നിൽക്കാൻ പാകത്തിനൊരു സ്ഥലം ഇവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതെനിക്ക് മനസ്സിലാവില്ല ഈ സാധനം എന്നാന്ന്. എന്തായാലും നമുക്കത് നോക്കാം. വഴി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് വീണ്ടും പൊട്ടിക്കാം. ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇപ്പം ഞാനേ ഈ ബേസ് ഒന്ന് പ്ലാറ്റ്ഫോമൊക്കെ വലുതാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ലെവലൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കൊരു ലെവലും കൂടെ ഉണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നൈറ്റ് ആവാറായി. നമുക്ക് ബെഡ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അനിമൽസ് ഇവിടെ വേറൊന്നും സ്പോണാവണമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു സാധനം ചെസ്റ്റാണ് നമുക്ക് ഇനി ക്രാഫ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ആ ചെസ്റ്റും കാര്യം തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. അതിൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചാടി നമുക്ക് ആദ്യം ഇവിടെ ചെസ്റ്റ് കാര്യം തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. ഇതെങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ക്ലേയും ഈ സാപ്ലിങ്സൊക്കെ നമുക്ക് ആവശ്യം വരും. വുഡ് ഉണ്ടാക്കാം. പിന്നെ അതിന് കിട്ടാൻ വഴി ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനം ഒന്ന് കുഴിച്ചെടുക്കാം. നമ്മൾ പിന്നെ ഇപ്പോൾ പ്ലാറ്റ്ഫോം വലുതാക്കിയ മോബൊക്കെ സ്പോണാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലുതായത് കാരണം സോംബിയൊക്കെ സ്പോണാവും. അതുകൊണ്ടാണ് നമുക്ക് ആക്സ് വേണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് ഓക്കെ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കൗവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ചെറിയ ഫാമും ഇതൊന്ന് ബേസൊന്ന് വലുതാക്കാനൊക്കെ നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു സാധനം ഇവിടെ നോക്കിയാൽ ഇതെന്നാ സാധനം എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നമുക്ക് ഓൾഡ് സ്റ്റീവും അലക്സും എന്ന് പറഞ്ഞ ഇത് നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.